ഇപ്പോൾ നമ്മളിതാ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. നമ്മൾ തിരിച്ച് കണ്ണൂരിൽ നിന്ന് റിട്ടേൺ വന്നുകൊണ്ടിരിക്കുകയാണ്. തിരിച്ചിപ്പോൾ പച്ചക്കറി എടുക്കാൻ വേണ്ടി പോവാന്നാണ് കേട്ടോ. നമ്മൾ ചിലപ്പോൾ കുറ്റ്യാടി ചുരം വഴിയാണ് ഇപ്പോൾ പോകണമെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു കുറ്റ്യാടി ചുരം എന്താണെന്നുള്ളതും ഒക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ ഗൈസ്. ഇപ്പോൾ ഗൈസ് നോക്കിയേ എന്തോരം നല്ല കാഴ്ചയല്ലേ. എന്താ ഒരു സൈഡിൽ പുഴ, എന്താ അത് പുഴ തന്നെയാണെന്നോ തടാകോ എന്തൊക്കെയോ സംഭവം ഉണ്ട് ഗൈസ്. നമ്മളെ വയനാട് വണ്ടി എക്സ്പ്ലോർഡ്, നമ്മളെ വയനാട്ടുകാരെ വണ്ടി കേട്ടോ. എക്സ്പ്ലോർഡ് ഉണ്ട് അവിടെ, ഇവിടെ ലോറി ഉണ്ട്. ഇവിടെ ഇപ്പം അതിൻ്റെ ഇവിടെ ഇരിക്കഴിഞ്ഞാൽ എന്ത് മനോഹരമാണ് നോക്കിയ ഗൈസ്. എന്താ പുകയെന്ന് നോക്കണ്ട, ചന്ദനത്തിരി കേട്ടോ. ഇപ്പം ബൈപ്പാസ് വന്നതിൽ കുറേ റോഡൊക്കെ അബദ്ധമാണെങ്കിലും ഇങ്ങനെ നല്ല നല്ല കുറച്ച് റോഡുകളും ഉണ്ട് കേട്ടോ ഗൈസ്. നല്ല ആംബിയൻസ് ആയിട്ട് നല്ല ഉഷാറായിട്ട് അടിപൊളിയായിട്ട് റോഡ് ആസ്വദിച്ച് പോകാൻ പറ്റിയ സ്ഥലങ്ങളാട്ടോ ഇതൊക്കെ. എന്താ പറയുക, കണ്ടില്ലേ ഇവിടെ ഈ വെള്ളയും കറുപ്പും ഇതിൻ്റെ അപ്പുറത്തുള്ള പാലത്തിൻ്റെ കൈവരി നോക്കിയേ, ഒരു പച്ച ചന്ദന കളർ അതിന്. അതിപ്പോൾ എല്ലാം കൂടി രണ്ട് സൈഡും പച്ചയാക്കി ചന്ദന കളറൊക്കെ പോയി. പക്ഷെ അതൊരു പ്രത്യേക ഒരു ഭംഗി അതിന് തന്നെ കൊടുക്കുന്നുണ്ട്. നമുക്ക് ഈ പോകുന്നതിൽ ഏറ്റവും വലിയ എന്താ പറയുക എടുത്തു വെച്ച് നമ്മളെ കണ്ണിലേക്ക് അതാണ് ഇതാ ചെറിയ ചെറിയ കണ്ടൽക്കാടുകൾ പോലുള്ള സ്ഥലങ്ങൾ, ചെറിയ ചെറിയ ദ്വീപ് പോലെ ഉണ്ട് കാണുമ്പോൾ. നോക്കിയാൽ നിങ്ങൾ കൊച്ചു കൊച്ചു മരങ്ങളൊക്കെ നിറഞ്ഞിട്ട് നല്ലൊരു അടിപൊളി ആംബിയൻസും നല്ലൊരു അടിപൊളി സെറ്റപ്പിനാട്ടോ ഇതൊക്കെ ആണെങ്കിൽ നമ്മളെ കേരളത്തിൽ നമ്മളെ കണ്ണൂർ ഒരു ഒന്ന് ബൈപ്പാസിന് കയറി വന്നാലൊക്കെ തന്നെ ഇതൊക്കെ നല്ല നല്ല കാഴ്ചകളൊക്കെ കാണുള്ളൂ. പിന്നെ ആകാശം തന്നെ നോക്കിയേ, നീണ്ട് പരവതാനി പോലെ കിടക്കുന്ന റോഡും കാര്യങ്ങളും എല്ലാം ഇതിൻ്റെ അത് വരുന്നില്ലേ. അപ്പോൾ ഗൈസ് ഇനി അടുത്ത കുറച്ചുകൂടി മുന്നോട്ട് വരിക, ഇനിയും നല്ല നല്ല കാഴ്ചകൾ കാണുമ്പോൾ കാണിച്ചു തരാം. നമ്മളിതാ നമ്മൾ എന്താ പറയുക ചൊക്ലി കൂടെ കയറി ഇപ്പം പറഞ്ഞാലും എല്ലാ കള്ളൂര് അവിടെ നിന്ന് ഇങ്ങനെ ഇപ്പം അതാവരത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഇവിടെ ഒന്നും കറക്റ്റ് സ്ഥലത്തിൻ്റെ പേരും എനിക്കറിയില്ല, എന്നാലും നല്ല അടിപൊളി സ്ഥലങ്ങളാട്ടോ ഈ റോഡിന് ഏരിയ. നല്ല ഇപ്പോൾ ഉള്ളിയേരി അല്ലെ കോഴിക്കോട് ഭാഗത്തേക്കൊക്കെ പോകുന്ന ആൾക്കാർ ജസ്റ്റ് ഈ വഴിക്ക് എന്താ പറയുക കണ്ണൂരിൽ നിന്നൊക്കെ വരുന്ന ആൾക്കാർ ജസ്റ്റ് ഈ വഴിക്കൊന്ന് കയറി വെക്കുക. പള്ളൂർ നേരെ എന്താ പറയുക ബൈപ്പാസിന് വരുമ്പം പള്ളൂർ നീതി കാണിക്കുന്ന മാപ്പിൻ്റെ അകത്ത് പള്ളൂർ കാണാം, മാപ്പിൻ്റെ അകത്ത് നോക്കുകയാണെങ്കിൽ. അല്ലെങ്കിൽ അധിക സ്ഥലത്ത് എന്താ പറയുക പള്ളൂർ ചൊക്ലി അങ്ങനെ ആണെങ്കിലും ഗൂഗിൾ മാപ്പിലൊന്ന് അടിച്ചു നോക്കിയാൽ കിട്ടും. ചൊക്ലി അടിച്ചിട്ട് ചൊക്ലി ആ റോഡിന് അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ അന്നേരം മാപ്പ് മാറ്റാം, നാദാപുരം ആക്കുക അല്ലെങ്കിൽ കുറ്റ്യാടി ആക്കുക. നേരെ ഈ റൂട്ടിനാണ് പോവുക. അത്രയും അടിപൊളി റൂട്ടാണ് ഗൈസ്. എന്താ വെച്ചാൽ അടിപൊളി റൂട്ടാണെന്ന് പറയാൻ കാരണം ഒരുപാട് കാണാൻ കാഴ്ചകളും എല്ലാ കാര്യങ്ങളും ഈ റൂട്ടിലുണ്ട്. ഇനിയിപ്പോൾ അടുത്ത കാഴ്ച എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഞാൻ വരാം. അപ്പോൾ നമ്മളങ്ങനെ ഏകദേശം നാദാപുരമൊക്കെ കഴിഞ്ഞ് കുറ്റ്യാടിക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഏകദേശം കല്ലാച്ചി ആ സൈഡിലൊക്കെ എത്തി. ഇനി നമുക്കിനി ബാക്കി വിവരങ്ങളൊക്കെ ബാക്കി വഴിയെ കാണാം. ബൈ. ഇപ്പം ഞാൻ ഡ്രൈവർ സീറ്റിന് മാറി ഇപ്പം മുർത്തടങ്കേരി വ്ളോഗിങ് സ്റ്റാർട്ടഡ്. ഇതാണ് നമ്മുടെ കുറ്റ്യാടിച്ചുരം, നമ്മളെ താമരശ്ശേരി ചുരം എന്ന് പറയുന്നത് തന്നെ കുറ്റ്യാടിച്ചുരം. കോടേര് മുന്നോട്ടൊന്നും കാണുന്നില്ല ഗായ്സ്. ഇതേ നോക്കൂ, ആ കാണുന്നൊരു വളവാണ് ഗായ്സ്. അടിപൊളി. ഇത്രയും നേരം വീഡിയോ എടുക്കാണ്ട് കാത്തു ഉത്തരണ ഇതിനാണ് ഗൈസ്. ഇത്രയും നല്ലൊരു ക്ലൈമറ്റ് കിട്ടിയ ഉഷാറായി. എന്താ ക്ലൈമറ്റ് അടിപൊളി.
ഇനി ടൈമിലെ പകലേ മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് നല്ല നല്ല കാഴ്ചകളാണ്. അതേപോലെ തന്നെ റോഡ് പറ്റ അബദ്ധമാണ് കേട്ടോ. റോഡ് ഇങ്ങനെ കുണ്ടും കുഴിയും ഇതൊക്കെ ആയിട്ട് റോഡ് പണി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആ റോഡ് പണി നടക്കുന്നതിൻ്റെ സൈഡിൽ കൂടെ ആർക്കും ഒരു എല്ലയില്ല ഉണ്ടാക്കാണ്ട് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. പിന്നെ കുറ്റ്യാടി കൂടെ പോകുന്ന വലിയ വണ്ടിക്കാരൊക്കെ ശ്രദ്ധിക്കുക. വലിയ വണ്ടി കൊണ്ട് മാക്സിമം കുറ്റ്യാടി കൂടെ വരാണ്ടിരിക്കുക. ഞങ്ങൾക്ക് പിന്നെ വേറെ രക്ഷയില്ല, ഞാൻ കീഴ പോയാലേ നടക്കുള്ളൂ എന്നുള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈല വന്ന്. പറഞ്ഞാൽ ആ കുറ്റ്യാടി ചുരം എന്ന് വെച്ചാൽ വൻ അബദ്ധമാണ്. ഇപ്പോൾ റോഡിൻ്റെ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്, അതൊക്കെ കഴിഞ്ഞാൽ ഉഷാറാവും. പക്ഷേ ഇപ്പോൾ ഉള്ള കറണ്ട് സിറ്റുവേഷനിൽ ഇതിൽ ആരും വരാണ്ടിരിക്കുന്നതാണ്. നിങ്ങളൊക്കെ വണ്ടിക്കും നിങ്ങളെ ലൈഫിനും നല്ല ഇത്രയും അബദ്ധം റോഡാണ്. കുലുങ്ങി ബാക്കിയുള്ളവൻ്റെ ഊപ്പാടിളകി. ഇപ്പോൾ നമ്മൾ ഏതോ ഒരു ടൗണിലെത്തിക്കുന്നത്. ഇതേതാ ടൗണ്? നിരവിൽപ്പുഴ എത്തിട്ടോ. നിരവിൽപ്പുഴ എന്താ നിരവിൽപ്പുഴ പാലം ഞാൾ കീരി. ഇവിടെ ബിൽഡിംഗ് ഒക്കെ കാണാം. അപ്പോൾ കുറച്ച് മുന്നോട്ട് വന്നപ്പോൾ ഇതാ ഉണങ്ങിപ്പോയ കുറേ വാഴത്തോട്ടം കണ്ട്. ഇതെന്താ ഇങ്ങനെ പറയാം ഉണങ്ങിപ്പോയി? എല്ലാം കൊല വെട്ടിയതാണ്. ഇത് ഉണങ്ങിപ്പോയിക്കുന്നത് കഴിച്ച്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഏകദേശം തേയിലേൻ്റെ തോട്ടങ്ങളൊക്കെ തുടങ്ങി. ഇതാ മേലെ തേയില കാണുന്നുണ്ടോ എന്നറിയില്ല. ഇതാ മേലെ തേയിലുണ്ട്. ഓരോ മലവണ്ടയിലും തേയിലത്തോട്ടങ്ങളാണ് ഗായ്സ്. പള്ളി എന്ത് പള്ളിയാണെന്നറിയില്ല. പടുകൂറ്റം കുന്ന് കഴിഞ്ഞപ്പോൾ എന്താ ആംബിയൻസ് നോക്കിയാൽ രണ്ട് സൈഡിൽ തേയില. ഒരു സൈഡിൽ കേട്ടോ, രണ്ട് സൈഡിലില്ല. ഒറ്റ സൈഡിൽ തേയില. ഫുള്ള് ഉഷാർ തന്നെ. ഒരു സൈഡിൽ കംപ്ലീറ്റ് തേയില. പക്ഷേ ഈ താഴ്വാരങ്ങളിലുള്ള സ്ഥലത്തൊന്നും തേയില വാങ്ങരുത് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളെ മോലാല് പറഞ്ഞ എല്ലാവർക്കും ഓർമ്മയില്ലേ, ഉയരം കൂടും തോറും ചായക്ക് സ്വാദ് കൂടും. താഴെയുള്ളതിന് സ്വാദം ഉണ്ടാവില്ല, മേലുള്ളതിനെ സ്വാദം ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് താഴെന്നാരും ചായ വാങ്ങി കുടിക്കണം. പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ ഇങ്ങനെ ഓരോന്നോരോന്ന് വരുമ്പോൾ തങ്ങൾ നോക്കി ചിരിക്കണ്ട. അവിടെ മേലേക്കുള്ളൊക്കെ തേയിലൊക്കെ വെട്ടി വെറും കുറ്റിച്ചെടി മാത്രമേ ഉള്ളൂ കേട്ടോ. തേയിലൊക്കെ വെട്ടിക്കളഞ്ഞു.
പ്ലാസ്റ്റിക് ആൻഡ് എലാസ്റ്റിക് ആൻഡ് പ്ലാസ്റ്റിക് നോക്കിയേ എന്താ നോക്കിയേ കഴിച്ചു അടിപൊളിയാണ് ശിവനെ എന്താ ഭംഗിയില്ലേ ഇതാണ് വയനാടിൻ്റെ ഭംഗി വണ്ടി ഓടിക്കാൻ എന്താ ട്രൈപോഡാണ് കൈ കഴിഞ്ഞാൽ ഇങ്ങനെ അപ്പോൾ കഴിച്ച് നമ്മളങ്ങനെ കുറേ മുന്നോട്ടങ്ങ് പോകുന്നത് അപ്പോൾ മുന്നിലൊരു വെള്ളക്കാറ് പോകുന്നുണ്ട്, ഇവിടെ ഒരു പാലം കയറുന്നുണ്ട്. ഇതൊക്കെ മഴ നോക്കിയ ഗൈസ് വയൽ നമ്മളങ്ങനെ ചുറ്റി തിരിഞ്ഞ് കറങ്ങി തിരിഞ്ഞ് കയറി ഇതാ മാനന്തവാടി എത്തിയിരിക്കുന്നത് കേട്ടോ. മാനന്തവാടി ടൗണിലേക്ക് തീരുന്നേ ഉള്ളൂ. ഇനി ഇവിടുന്ന് മാനന്തവാടി നമ്മൾ കറക്റ്റ് അങ്ങോട്ടാ പോകുന്നത്? കോണിക്കുപ്പ കുട്ടവൈ കോണിക്കുപ്പ എന്നോ പേര് മാനന്തവാടി KSRTC ഡിപ്പോണ് സൈഡിൽ കാണുന്നത്. ഇത് പോത്തിന് AC ഒക്കെ ഇട്ട് കൊടുക്കുവോ? The side നമ്മളങ്ങനെ മാനന്തവാടി ടൗണൊക്കെ കയറി അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് പോകേണ്ട കുട്ടയിലേക്ക് പോകേണ്ട കുട്ടയിൻ്റെ മറ്റേ സ്ഥലത്തിൻ്റെ പേരുന്നതിനും കോണിക്കുപ്പയിലേക്ക് പോകേണ്ടതെന്ന് വെച്ചാൽ കാട്ടിക്കുളം ബാവിലി വഴിയാണ് നമുക്ക് പോകേണ്ട കേട്ടോ. ബാവിലിക്കാട് പറഞ്ഞാൽ എങ്ങനെയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാലോ, ഇനിയിപ്പോൾ ഞാൻ പറയണ്ടല്ലോ. ഇനിയിപ്പോൾ ബാക്കിയുള്ള കാഴ്ചകളൊക്കെ നമുക്ക് കണ്ടറിയാം. അങ്ങനെ നമ്മളെ മുത്തേട്ടൻ തേച്ചു നമ്മളെ ബാവിലി വഴിയല്ല പോകുന്നത്. നമ്മളെ തോൽപ്പെട്ടി കുട്ട തോൽപ്പെട്ടി എന്ന് പറഞ്ഞാൽ എന്താ മുത്തേട്ടാ? കടുവാർ സങ്കേതം എന്ന് പറയുന്ന കാടൊക്കെ വരുന്ന സ്ഥലമില്ലേ, അതാണ് കേട്ടോ നമ്മളെ തോൽപ്പെട്ടി. ഇവിടുന്ന് അങ്ങോട്ടായിരിക്കൂലേ? ഇവിടുന്ന് അങ്ങോട്ടാ? ഇവിടുന്ന് അങ്ങോട്ട്. ഇതൊക്കെ പിന്നെ ഒരു നാട്ടുപ്രദേശമായതുകൊണ്ട് പിന്നെ ഇവിടെ കടുവയൊന്നും ഉണ്ടാവില്ല. പക്ഷെ കുറച്ചുകൂടി കഴിഞ്ഞാൽ സൈഡിലൊക്കെ എന്താ പറയുക കടുവേ പുലിയും ഇതൊക്കെ ഉണ്ടാവുമെന്ന് വിചാരിക്കുക. നിങ്ങൾക്കൊക്കെ നമ്മക്കൊക്കെ ഭാഗ്യമുണ്ട്, നിങ്ങൾക്ക് മാത്രമല്ല ഞങ്ങൾക്കും ഭാഗ്യമുണ്ടേ കാണാൻ. ഭാഗ്യമുണ്ട്. പക്ഷെ ഇത് നമ്മളൊന്നും ചെയ്യൂലേ കണ്ടാല്? എന്ത് നല്ല വയ്യല്ലേ. വാട്ട് എ ബ്യൂട്ടി. രണ്ട് സൈഡിലും കാടും മരങ്ങളും. ഇങ്ങനെ ഒരു ആംബിയൻസ് ഇപ്പം പറഞ്ഞിട്ട് അത് നമ്മളെ വയനാട്ടിന് മാത്രമേ ഉള്ളൂ. കാട്ടിക്കുളം മാനന്തവാടി. ഇതിപ്പോ നമ്മള് പോവാ കാട്ടിക്കുളം വയ്യ. കാട്ടിക്കുളം കഴിഞ്ഞില്ലേ? ശരിയാ.
പറഞ്ഞതൊന്നും എനിക്ക് മനസ്സിലായില്ല. നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ കമന്റ് രൂപത്തിൽ രേഖപ്പെടുത്തുക. എന്താ അവിടെയൊക്കെ ഓരോ റിസോർട്ടൊക്കെ ഉണ്ട്. ആ റിസോർട്ടിലേക്കൊക്കെയുള്ള വയ്യാന്ന സൈഡിൽ കൂടെ ഒക്കെ കാണുന്നത്. മുത്തോട്ട് അവിടെയൊക്കെ സെന്റിന് എത്ര ഉണ്ടാവും സ്ഥലത്തിന്? വയനാട്ടില് സ്ഥലത്തിന് വില കുറവാന്നൊക്കെ ഞാൻ കുറെ സ്ഥലത്ത് ഞാൻ കേട്ടി. പക്ഷെ വില കുറവാണ്. അവിടെ ഒരു റിസോർട്ടൊക്കെ ഉണ്ടാക്കിയാലോ ഉഷാറാവൂലേ? പക്ഷെ ബില്ലിങ് കേട്ടാനുള്ള പെർമിഷൻ ഒക്കെ ഉണ്ടോ? വയനാട്ടിലൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടി വാങ്ങിയിട്ടിട്ട് കൂട്ടുകാരെ പേരൊക്കെ ഒന്ന് അർമാദിക്കണം. അപ്പോൾ ഇതൊക്കെ നിങ്ങളെങ്ങനെ കാണിച്ചു തരുന്നത് വെച്ചാൽ ഈ സ്ഥലങ്ങളൊക്കെ നിങ്ങളും കാണട്ടെ വിചാരിച്ചിട്ടാണ്. ഇതിപ്പോൾ എല്ലാവരും തീരെ പോകാത്ത പല ആൾക്കാരുണ്ടാവും. ഇഞ്ച വീഡിയോ കാണുന്നതിൽ തന്നെ വയനാട് വരെയായി കാണാത്ത ആൾക്കാരുണ്ട്. നോക്കിയേ പുഴ നോക്കിയേ എന്ത് മനോഹരമായിട്ട് കുറ്റി മഴയാണ് ഫുള്ള് കലക്കാന്ന് കഴിയും. കലങ്ങി മറിഞ്ഞൊഴുകുന്ന പുഴ. ഇതിപ്പോ ഇതിൻ്റെ അടിയിൽ ചിലപ്പോൾ എന്താ പറയാ ഏതെങ്കിലും ഇഞ്ച കമ്പനിക്കാരത്ത് എന്തെങ്കിലും വന്ന് കമന്റ് അടിക്കും, അത് തോടല്ലേടാ. തോടല്ല കൈ, ഇത് പുഴയാണ്. ഇത് ഇനിയും ശക്തമായ മഴ പെയ്ത് അവിടെയൊക്കെ നിറഞ്ഞൊഴുകും. അപ്പൊ അടുത്തൊരു വളവ് പറഞ്ഞൊരു പാലത്തിൽ കയറുമ്പോഴോ നമ്മളതൊക്കെ ശ്രദ്ധിക്കണം. ഇതാ ചെമ്മരിയാട് കേട്ടോ. ഇതാണ് ചെമ്മരിയാട്. അതിന്റെ തോലൊക്കെ എന്തോ ആയി പോയി. ചെമ്മരിയാട്. പശു പശുവും വേണ്ട കേട്ടോ ഗൈസ്. ഇവിടെ പശുവുമ്പോ എന്താ കാട്ടിലുള്ള മരത്തിന്റെ അവിടെയുള്ള ബസ് സ്റ്റോപ്പൊക്കെ തനി പഴമേനെ ഓർമ്മിപ്പിക്കുന്ന കുറെ കാര്യങ്ങൾ ഇവിടെ കാണുന്നുണ്ട്. പക്ഷെ നോക്കിയൊക്കെ ഇവിടെയുള്ള മരങ്ങളും തായ്വാരങ്ങളൊക്കെ കാണാൻ എന്തൊരു ഭംഗിയാ. ഇതൊക്കെ എക്സ്പ്ലോർ ചെയ്യണേ ഈ വൈക്ക് വന്നേനെ നോക്കണം കേട്ടോ ഗൈസ്. എന്നാലേ നിങ്ങൾക്ക് എന്താ പറയാ ഇതൊരു ഫീൽ, ഇതൊരു റോ ഫീലാ. അതിലെങ്ങനെ വണ്ടി ഓടിക്കുന്നു, ഇതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ വണ്ടീൻ്റെ അതിങ്ങനെ പോകുന്നു. 4 ഭാഗത്ത് കാട്, മരങ്ങള്. ഇപ്പം പറഞ്ഞാൽ ഇതൊക്കെ ഒരു പ്രത്യേകതരം വൈബാ. നോക്കിയാൽ ഒരു വണ്ടീനെ ഓവർടേക്ക് ചെയ്ത് വരുന്ന നമുക്ക് ഇവിടെ ചവിട്ടി കൊടുക്കാം. ഓനാ കയറി പോയിക്കോളും. യെസ്, ഓൻ കയറി പോയി. ഇതാ ഇവിടെ നമ്മൾ എന്താ പറയാ രാത്രി ഒന്നും സ്ഥലം എന്താ പറയാ റോഡ് കാണാണ്ട് കണ്ടത്ത് കയറി പോകാണ്ട് കണ്ടിട്ടുള്ള കുറ്റികളുണ്ട് അവിടെ 2 സൈഡിലും. പിന്നെ എവിടെയാണ് ആനയൊന്നും ഇറങ്ങാണ്ടിരിക്കാൻ ലൈനിന്റെ കമ്പിയൊന്നും കാണുന്നില്ലല്ലോ. ഇവിടേക്കൊന്നും ആനേന്റെ ശല്യമൊന്നും ഇല്ലാന്ന് തോന്നുന്നു. എന്നാൽ ചെല്ലെങ്കിൽ ഇവിടെയൊക്കെ ലൈൻ ചിലപ്പോൾ ഉള്ളോട്ടൊക്കെ ആയിരിക്കും. ചിലപ്പോൾ ലൈനിന്റെ കമ്പിയൊക്കെ ഇട്ട് ഇവിടെ പോയാൽ വരുന്ന ആൾക്കാർ വന്ന് മൂത്രമൊക്കെ വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ ചോക്കടിച്ച് മരിച്ചു പോകും. അതുകൊണ്ടൊക്കെ ആയിരിക്കാം ഉള്ളോട്ടൊക്കെ ആക്കി വെച്ച്. ഉള്ളോട്ടങ്ങനെ ആയിരിക്കും. പിന്നെ ഇതാ നോക്കിയേക്കാ ശീല നോക്കിയാൽ നമുക്കൊരു വലിയ മല കാണാം. വലിയ മല അത്ര വേണ്ട. നമ്മളൊരു അതേതാ വണ്ടി ഇൻട്ര നമ്മളെ പാസ് ചെയ്ത് പോയി കിട്ടോ. ഇതാ ഇതെന്തൊക്കെ ഇംഗ്ലീഷിൽ എഴുതി വെച്ചിട്ട് നിങ്ങൾ വായിച്ചിരിക്കോ. വൈൽഡ് ആനിമൽ ക്രോസിംഗ് സോൺ ഇപ്പൊ മുത്താടൻ പറഞ്ഞ കേട്ടോ, എനിക്കറിയില്ലേനു. അതിപ്പോ വന്യമൃഗങ്ങൾ ക്രോസ് ചെയ്യും, സൂക്ഷിച്ച് പോയിക്കോളേ. ഈല വരുന്ന എല്ലാവരും ഇപ്പം പറഞ്ഞ പോലെ വന്യമൃഗങ്ങൾ വന്നിട്ട് ചവിട്ടി സൈഡാക്കി കൊടുക്കുക, അല്ലെ സൈഡാക്കി ഒതുക്കിയിട്ട് നമുക്ക് പോവാൻ വഴിയുണ്ടേ പോവാ. പിന്നെ വന്യമൃഗങ്ങളെ കണ്ടു കഴിഞ്ഞാൽ നിർത്തി അതിനോട് ലോക്യം പറയാൻ നിൽക്കണ്ട. ചിലപ്പോൾ അതെടുത്ത് കക്ഷത്തെ വെച്ച് നമ്മളെയും കൊണ്ടങ്ങ് പോകും. ഓ മൈ ഗോഡ്, ഗോട്ട് പ്ലീസ് സൈഡ്. ഗോട്ടിന് ഇംഗ്ലീഷ് അറിയാമെന്ന് ശരിയല്ലേ? അത് വന്യമൃഗം അല്ല കേട്ടോ ഗൈസ്, അത് നാട്ടുമൃഗം. ഇതാ നമ്മളെ പയമേനെ ഓർമ്മിപ്പിക്കാൻ അടുത്തൊരു ജീപ്പ് ഗൈസ്. അതിതാ
എന്താ പറയുക സൈഡ് ഇറക്ഷന് എന്താ തേക്കും കാട്ടിൽ അതാ തേക്ക് ഇങ്ങനെ മുറിച്ചിങ്ങനെ അട്ടിക്കിട്ടിക്ക് ഇത് ഇവർക്കൊക്കെ മുറിക്കാം, നമുക്ക് മാത്രമേ മുറിക്കാൻ പറ്റത്തുള്ളൂ. ആ ആ പക്ഷെ നമ്മളിപ്പോ എന്താ പറയാ നമ്മളെ വീട്ടിലൊരു തേക്കുണ്ട്, ആ തേക്ക് നമ്മളെ മുറിച്ചിട്ട് നമുക്ക് വിൽക്കാൻ പറ്റുമോ? എന്റെ പുരയിലൊരു തേക്കുണ്ടായിരുന്നു, അത് വലിയ മുറിച്ചാൽ എന്താ നോക്കിയ എവിടെയൊക്കെ എന്ത് മനോഹരമാണ്. എന്താ അതെന്താ തായല്? ആ ഒരു ചായ പീടിയ കേട്ടോ, ചായ പീടിയ. പിന്നെ അതാ അപ്പുറ സൈഡിൽ നിങ്ങൾ അതിൻ്റെ ഉള്ളിൽ കാണുന്നുണ്ടോ അറിയില്ല, ആ സൈഡിലും അരുവിയാണ് അരുവിയല്ല പുഴ, കളകളം നിരവും അങ്ങനെ എന്തൊക്കെയോ സൗണ്ട് ഉണ്ടാക്കി ഒഴുകുന്ന പുഴ. എന്താ ആ സൈഡിലും പുഴ, ഈ സൈഡിലും പുഴ. അപ്പം നമ്മളെ പുഴേനെ ക്രോസ് ചെയ്ത് നമ്മളെ പോയി സ്പൈഡർമാൻ മേലുള്ള ഒരു ഇന്നോവ പോയി കേട്ടോ. പിന്നെ ഇതാ ഇവിടെ ഈ ഗ്രാമത്തിൻ്റെ തനതായ കൃഷി രീതികളും അങ്ങനത്തെ ഒക്കെ ഉള്ളത് ആയിട്ടുള്ള ഒരു സ്ഥലം വേറെ. ഇപ്പുറം സൈഡ് മരങ്ങളും പുൽമേട് ചെറിയ ചെറിയ കുറ്റിപ്പുല്ലുകളും പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ എന്തൊക്കെയോ കൃഷിയും കാര്യങ്ങളും എന്തൊക്കെയോ പോലെ ചെയ്യുന്നുണ്ട്. അതെന്താണെന്ന് എനിക്ക് വലിയൊരു ഐഡിയ ഇല്ല. മരം നട്ടതാണോ അല്ല കൃഷിയാണോ എന്താണെന്നോ ഒന്നും അറിയില്ല. അതൊക്കെ കൂടുതലായിട്ട് ഇവിടെയുള്ള നാട്ടുകാർക്ക് അറിയുള്ളൂ. ഇവിടെയുള്ള ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ആദ്യം സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. ആരും ഇത് പറഞ്ഞൊന്നും ചെയ്യാൻ മറന്നു വെറുതെ. 4, 5, 6 എന്താ പറയാ 5, 4, 9 ആൾക്കാരെ ആകെ വീഡിയോ കാണുന്നുള്ളൂ എന്നല്ല അല്ലേ നിങ്ങളെ ചിന്തിച്ച് ആ ചിരി കൂടാ. ശരി, നിങ്ങൾ എത്ര വേണേ കമന്റ് ബോക്സ് പറഞ്ഞോ ഗൈസ്, ഞാൻ അതൊക്കെ ഏറ്റു വാങ്ങിക്കോളും, നോട്ട് എ പ്രോബ്ലം. വയനാട് ഇവിടെയൊക്കെ ഫുള്ള് തേക്കാട്ടോ, തേക്ക് മരങ്ങൾ കൊണ്ടൊരു ആറാട്ടം അവിടെയൊക്കെ. എനിക്ക് തോന്നുന്നു ഇവിടെയൊക്കെ ഈ സംഭവം ഉണ്ടാക്കി വെച്ച തേക്കിന്റെ തൈയാണെന്ന് തോന്നുന്നു. ആടെ ഒരു കുറ്റീൻ്റെ ഉള്ളിൽ ബാഗൊക്കെ വെച്ച് എന്താന്നല്ലേ തേനീച്ചനെ വളർത്തുന്നായിക്കില്ലേ. ആ തേക്കിന്റെ തൈ തന്നെ അല്ലേ. ഇപ്പോൾ നമ്മളെ രണ്ട് സൈഡിലും ഇപ്പോൾ ഏകദേശം തേക്ക് മാത്രമേ ഉള്ളൂ. വേറെ മരങ്ങളായിട്ട് എന്താ പറയുക അതിൻ്റെ ഇടയിൽ കൂടെ എന്തൊക്കെയോ ചെറിയ ചെറിയ കമ്പുകളും മരങ്ങളും കാണുന്നുണ്ടെങ്കിലും പക്ഷേ ഏറ്റവും കൂടുതൽ ഇവിടെ ഇപ്പോൾ കാണുന്നത് നമ്മൾ കാണുന്നത് തേക്ക് മാത്രമേ കാണുന്നുള്ളൂ. വേറെ ഒന്നും നമ്മളെ മുന്നിൽ നമ്മളെന്താ പറയുക കാണുന്നില്ല. ഈ തേക്കിൻ്റെ കാട്ടിൻ്റെ ഉള്ളിൽ കൂടെ നടുവ് കൂടെ നല്ല റോഡ്, എന്താ വൈബിലേ. ഇനിയിപ്പോൾ റോഡിൻ്റെ മനോഹാരിത കുറച്ചുകൂടിയല്ലേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ റോഡ് പച്ചവതൊക്കെ ഞാൻ കാണിച്ചു തരാം കേക്ക്. ഇപ്പൊ ഉള്ളതൊന്നും അല്ല റോഡ്. എന്താ പറയാ റോഡ് എന്ന് പറയുമ്പോ ഹൊറിബിൾ അങ്ങനെ വേണേ നമുക്ക് പറയാം. അങ്ങനത്തെ റോഡൊക്കെ കുറച്ചുകൂടി മുന്നോട്ട് പോയുണ്ട്, അതൊക്കെ നമുക്ക് ഇതിനകത്ത് കാണിച്ചു തരാം. അപ്പോ ഗൈസ് ഇനിയിപ്പോ ഞാൻ വീഡിയോ കുറച്ചു നേരത്തേക്ക് ഇവിടെ ഒന്ന് സ്റ്റോപ്പ് ചെയ്യട്ടെ. ഇനി നിങ്ങളെ ഇങ്ങനെ ഇപ്പൊ തന്നെ ഇത് തന്നെ 9 മിനിറ്റായി. ഇതൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യണമെങ്കിൽ എന്താ പറയുക വേറെ വൈഫൈ അങ്ങ് എടുക്കേണ്ടി വരും. നമ്മളങ്ങനെ തോൽപ്പെട്ടി ചെക്ക് പോസ്റ്റ് ഒക്കെ കഴിഞ്ഞ് ഇപ്പോ സോറി തോൽപ്പെട്ടി ചെക്ക് പോസ്റ്റ് അല്ല, മാറിപ്പോയതാട്ടോ എന്നോട്. നമ്മളെ തോൽപ്പെട്ടിക്കും പിന്നെ തിരുനെല്ലിക്കും പോകുന്ന വഴി എന്താ പറയുക തിരുനെല്ലി അമ്പലത്തിലേക്കൊക്കെയുള്ള വഴിയാണ്. അവിടെ നമ്മൾ എന്താ പറയുക തിരുനെല്ലിക്ക് പോകേണ്ട നേരം നമ്മൾ തോൽപ്പെട്ടി ഭാഗത്തേക്ക് വന്ന്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പ്രത്യേകിച്ച് വേറെ കാര്യങ്ങളൊന്നുമില്ല, ഫുള്ളും മരങ്ങളും കാടുകളും ഇത് തന്നെയാണ്. അതെ ഗായ്സ് നമ്മളിതാ ഒരു കുരങ്ങനെ കണ്ടുട്ടോ, ഒരു കുരങ്ങനെ നമ്മൾ കണ്ട്. സൂം ചെയ്യാൻ പറ്റിയില്ല, ഇനി അടുത്ത എല്ലാം സൂക്ഷിച്ച് നിൽക്കണം. ഇവിടേക്ക് ഏതെങ്കിലും ഒക്കെ കുരങ്ങന്മാരുണ്ടാവും ഗായ്സ്. ഇനി കുരങ്ങന്മാരെ ആനവണ്ടി ഈ ഭാഗത്തേക്ക് കൂടുതൽ ആനവണ്ടിയല്ല, വയനാട് ഭാഗത്തേക്കൊക്കെ ഈ ഇങ്ങനെ ഉള്ള ഏരിയയിലൊക്കെ ഇവിടുന്ന് 30 കിലോമീറ്റർ സ്പീഡിൽ കൂടുതൽ ഓടിക്കാൻ പാടില്ല കേട്ടോ വണ്ടി. ഇപ്പം പറഞ്ഞതിനോട്ട് അങ്ങനത്തെ കുറേ റെസ്ട്രിക്ഷൻസ് ഉള്ള കാടുകളാണ്. എന്താ വെച്ചാൽ ചെറിയ ചെറിയ എന്താ പറയുക ഇപ്പോൾ റോഡിന് പോയി ഇപ്പോൾ റോഡ് നല്ല റോഡാണെങ്കിലും വീതി കുറഞ്ഞ് വന്നു തുടങ്ങി. പിന്നെ അതാ ഈ ഡേഞ്ചർ നാരോ ബ്രിഡ്ജ് ഡ്രൈവ് സ്ലോലി എന്തോ നാരോ മാന്
അതൊക്കെ ഞാൻ സ്ലോ മോഷൻ ആക്കും. ഇപ്പം പറഞ്ഞാൽ അതും കണ്ടില്ലേ, 2000 രൂപ ഫൈനാട്ടോ. ഇവിടുന്ന് മൃഗങ്ങൾക്ക് ആരെങ്കിലും ഭക്ഷണം എറിഞ്ഞു കൊടുക്കുക അല്ലെ ഭക്ഷണം കൊടുക്കാനോ നിൽക്കാൻ 2000 ഇല്ലല്ലോ, 20,000 അല്ലേ? ആ 2000 രൂപ 20,000 രൂപ അങ്ങനെ എന്തോ ഫൈനുണ്ട്. ഞാനും പെട്ടെന്ന് ശ്രദ്ധിച്ചില്ല. 2000 രൂപ ഫൈനാണ്. അപ്പം പറഞ്ഞാൽ അത് നമ്മൾ ചിന്തിക്കാന്ന് വെച്ചാൽ മൃഗങ്ങളെ സുരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. മൃഗങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ ഞങ്ങൾ ആരും ഒരു ഭക്ഷണം കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം വെച്ചാൽ അതിനെക്കാട്ടിൽ ആവശ്യത്തിന് അനാവശ്യത്തിനും ഭക്ഷണം ഉണ്ടാവും. പക്ഷെ ഞങ്ങൾ കൊടുക്കുന്ന ഭക്ഷണം അതിന് എന്താ പറയുക പിടിക്കാനില്ല. അതേപോലെ തന്നെ അത് നിങ്ങളെ ആക്രമിക്കാനും എല്ലാത്തിനും ചാൻസ് ഉണ്ട്. അവിടെ തേക്കിൻ്റെ തൈ ഇങ്ങനെ നട്ട് കൊടുക്കുക, നടാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകാം കേട്ടോ. അതോ ഫോറസ്റ്റിൻ്റെ ആൾക്കാർ ഇതൊക്കെ കണ്ടില്ലേ, ഇതൊക്കെ തേക്ക് മുളച്ചതാണ്. ഇത് അതിന് മുന്നേ ഇതാക്കി ഉള്ളിലൊളിച്ചൊരു അതൊക്കെ നമ്മളെ കാടിൻ്റെ ഉള്ളിൽ കൂടെ ഓരോ വഴികളും ഇങ്ങനെ ഇതൊക്കെ ഉണ്ട്. ആരും ഇങ്ങനത്തെ വഴിയൊക്കെ കാണുമ്പോൾ അങ്ങോട്ട് കയറിയൊന്നും പോയി നോക്കരുത്. അതായത് വലിയ വലിയ ട്രാപ്പുകളായിരിക്കും, ചളിക്കുഴികൾ ഉണ്ടാവുക. അതേപോലെ തന്നെ എന്താ പറയുക ഓരോരുത്തർ പ്രൈവറ്റ് പ്രോപ്പർട്ടി ആയിരിക്കും. അവിടെ വാഹനത്തിൻ്റെ വേഗത 30 കിലോമീറ്റർ ആട്ടോ. ഓ ഗൈസ്, ഈ വളവ് കൂടി പറഞ്ഞാലുണ്ടല്ലോ ബാക്കി നേരെ റോഡുണ്ട് ഗൈസ്. 163 അയച്ചിട്ടോ മുത്തോട്ടാ. അങ്ങനെ കുറച്ച് കാണരുത് ഓടോ. എനിക്ക് ഇതുവരെ മോണിറ്റൈസേഷൻ ഓണായില്ല ഗൈസ്. അപ്പം പറയല്ല, യൂട്യൂബിൽ നിന്ന് എന്തെങ്കിലും വരുമാനം കിട്ടണമെങ്കിലൊക്കെ മോണിറ്റൈസേഷൻ ഓണാണോ. നിങ്ങളെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അപ്പം പറഞ്ഞാൽ വീഡിയോസ് ഫുള്ള് കാണുക. വാച്ചിങ് അവർ ആണോ അതൊന്നും എനിക്ക് കൂടിയില്ല. എനിക്കൊക്കെ ഇപ്പോഴും എന്താ പറയുക വളരെ കുറവാണ് എല്ലാ സംഭവവും. ഇപ്പം പറഞ്ഞാൽ നിങ്ങളെല്ലാവരും കൂടി ഒന്നും എന്താ പറയുക നമ്മളൊന്ന് ക്ലിക്കായി തരണം. ജീവിക്കാൻ വേറെ മാർഗം ഇല്ലാത്തതുകൊണ്ടാണ്, പണിയെടുക്കാൻ അറിയാത്തതുകൊണ്ടാണ്, വേറെ ഒന്നും കൊണ്ടല്ല. ആകെ അറിയുന്നത് വീഡിയോ എടുക്കാനും വണ്ടി ഓടിക്കാനും മാത്രം, വേറെ ഒരു പണിക്കും അറിയില്ല. അതുകൊണ്ടാണ് ഗൈസ്. സത്യല്ലേ മുത്തോട്ടാ പറഞ്ഞ്. വേറെന്ത് പഠിക്കാൻ അറിയാ? തേപ്പിന്റെ പണി അറിയൂല. കെട്ടാൻ പോകാൻ അറിയൂല. ആകെ അറിയാം ഇങ്ങനെ തൊള്ളോണ്ട് ഇങ്ങനെ വർത്താനം പറയാനും അറിയാം, വണ്ടി ഓടിക്കാനും അറിയാം. ഗായ്സ്, ഗ്യാസും കൊണ്ട് പോകുന്ന വണ്ടി നമ്മളിതൊക്കെ മനസ്സിലാക്കണം. അപ്പം നമ്മളങ്ങനെ ഗ്യാസിൻ്റെ വണ്ടീനൊക്കെ പാസ് ചെയ്ത് ഇങ്ങനെ വരുന്നുണ്ട്. അപ്പം പറഞ്ഞോട്ട് കാലാവസ്ഥയൊക്കെ നല്ല അടിപൊളി കാലാവസ്ഥ. എനിക്ക് ഈ ഒരു ക്ലൈമറ്റ് എന്ന് വെച്ചാൽ വളരെ അടിപൊളിയാണ്. കാരണം വെച്ചാൽ ഈ ഒരു ക്ലൈമറ്റിൽ വണ്ടി ഓടിക്കാൻ വെച്ചാൽ ഭയങ്കര സുഖമാണ്. ഒരു ചൂടോ കാര്യങ്ങളോ ഇല്ല, നല്ല തണുത്ത കാറ്റും എല്ലാ കാര്യങ്ങളുമായിട്ട് ഇങ്ങനെ പോവാ. ഇതൊക്കെ കണ്ടില്ലേ ഇതിൽ ട്രക്കിങ്ങിന് വന്നതാന്ന് തോന്നുന്നു. ഫോറസ്റ്റിൻ്റെ ആൾക്കാരാന്ന് തോന്നുന്നത്, എന്താണെന്നൊന്നും അറിയില്ല. ഇപ്പം പറയല്ല, ദയവ് ചെയ്താരും കാട്ടിൻ്റെ അകത്തേക്ക് ഒന്ന് ഇറങ്ങിപ്പോകാണ്ടിരിക്കുക. അവിടെ വന്നിട്ട് ഇപ്പം ഞാൻ ട്രക്കിങ്ങിൻ്റെ ഇറങ്ങിക്കെന്ന് പറഞ്ഞാൽ 2 ആൾക്കാരുണ്ട് ഇറങ്ങിപ്പോകുന്നത്. ആണെന്നും പറഞ്ഞാൽ ഇവിടെ നിന്ന് എന്താ പറയുക വല്ല വന്യമൃഗങ്ങളൊന്നും ഇല്ലെങ്കിലും കുറേ പാമ്പൊക്കെ ഉണ്ടാവും കഴിച്ച്. പാമ്പൊക്കെ കടിച്ചാൽ മരിച്ചു പറ്റി പിന്നെ പറഞ്ഞിട്ട് കാര്യമൊന്നും ഉണ്ടാവില്ല. ഇതാ അടുത്തൊരു പാലം, അടുത്ത പാലവും പാലത്തിന് മുന്നേറ്റ് ഒരു ഹമ്പുണ്ട് കേട്ടോ. ഹമ്പ് കയറ്റി എന്താ ജീപ്പിൻ്റെ ട്രക്കിങ്ങിന് വേണ്ടിയിട്ടുള്ള സ്ഥലം കേട്ടോ. ജീപ്പ് ഒക്കെ ഫോറസ്റ്റുകാർ പോകുന്നൊരു സ്ഥലമാണ്. ട്രക്കിങ്ങിന് വേണ്ടിയിട്ടാണ് നമുക്കങ്ങ് പറയാം. നമുക്ക് അതൊക്കെയല്ലേ അറിയൂ. എന്താ ഇതിലൊക്കെ ജീപ്പൊക്കെ കയറലുണ്ട് തോന്നുന്നു. അവിടെ ഇവിടെയൊക്കെ വണ്ടീൻ്റെ അടയാളം കാണാം. എനിക്ക് തോന്നുന്നു തേക്കൊക്കെ മുറിച്ചിട്ട് നമ്മൾ വീഡിയോയിൽ കാണുന്നില്ല, കാട്ടിൻ്റെ അകത്ത് ചളീൻ്റെ അകത്തൊക്കെ ജീപ്പിൻ്റെ അകത്ത് കയറ്റിക്കൊണ്ടിരുന്നത്, നമ്മളെ നായ്ക്കുറുക്കനൊക്കെ കയറ്റിക്കൊണ്ടിരുന്നത്, അങ്ങനത്തെ സ്ഥലങ്ങളായിരിക്കും. ഫോറസ്റ്റിൻ്റെ ആൾക്കാരും പുറത്തുനിന്നുള്ള ജീപ്പും ഡ്രൈവർമാരും ഉണ്ടാവില്ലേ. എന്താ ഇവിടെയൊക്കെ ഇപ്പം പറഞ്ഞാൽ ഇതെന്തൊക്കെയോ തോട്ടങ്ങളാട്ടോ. അവിടെ നമ്മളെ കാപ്പിയുണ്ട്, കുരുമുളകുണ്ട്, എന്താ കുറേ എന്തൊക്കെയോ സംഭവങ്ങളുണ്ട്. അവിടെ ബൈക്കോലത് കൂട്ടിയിട്ടിരിക്കുക.
പിന്നെ ഇപ്പൊ ഈ സൈഡ് ഏതോ പ്രൈവറ്റ് പ്രോപ്പർട്ടി ആണ്, ഗവൺമെന്റിന്റെ അല്ല. അപ്പം പറഞ്ഞല്ല തേക്ക് കാര്യങ്ങൾ ഇതാ. ഒരു സൈഡിൽ ഇതാ തേക്കാണ്, സൈഡിൽ ഇതാ എന്താ ബക്കറ്റ് ഇരുവാണോ വനിതാ മെസ്. ഇവിടെ ഇതാ നല്ലൊരു ഹോട്ടലുണ്ട് കേട്ടോ, വനിതാ മെസ് കാരണം. പിന്നെ ഇതാ ഇവിടെ ഒരു മുന്നിൽ ഇതാ ഓഫ് റോഡ് കേപ്പബിൾ വെഹിക്കിൾസ്. ഇതാ മുന്നിൽ പോകുന്നത് ഒരു ഓഫ് റോഡ് വെഹിക്കിളാണ്. ഇവിടുന്ന് ഇതാ ആവണം ഇതാ ചേച്ചിമാർ അവിടെ തൊഴിലുറപ്പിൻ്റെ പണിയെടുക്കുന്നുണ്ട്. ഓരോ സൈഡിൽ പായ് കെട്ടിയിട്ട് അവിടെ എന്താ പറയുക ഇരുന്ന് വിശ്രമിക്കാന്നിപ്പോൾ ഇല്ലേ. കുറേ പണിയെടുക്കുന്ന അവിടെവിടെയും കുത്തിരിഞ്ഞ് കഥ പറയുന്നുണ്ട്. ഫുഡ് കഴിക്കുന്ന ടൈമാട്ടോ. അത് ഒരാൾ ആത്മാർത്ഥമായിട്ട് പണിയെടുക്കുന്നുണ്ട് കേട്ടോ. പറയിരിക്കും വരുന്ന എന്നാ പിന്നെ മിണ്ടണ്ട. അപ്പൊ തൽക്കാലം തീയില്ലായത് തൊഴിലുറപ്പ് കൂട്ടുപുരയാണ്. കൊണ്ട നേരം ഇവിടെയൊക്കെ കുറേ കുടുംബശ്രീ മിസ് ഉണ്ടല്ലോ. ശ്രീ മുത്തപ്പൻ കുടുംബശ്രീ മിസ്, വനിതാ മെസ്സ്, അത് കഴിഞ്ഞിട്ട് ഫുള്ള് മെസ്സ് കൊണ്ടുള്ള കളി കേട്ടോ. ഇതെന്തോ ഒരു സംഭവം ഉണ്ടല്ലോ ഇവിടെ. എന്താ ഇങ്ങനെയൊക്കെ? ഇതായിരുന്നില്ലേ ഉൾക്കാട്ടിൽ മറ്റേ ട്രക്കിംഗ് ഒക്കെ ഒരു ഇതാ ജീപ്പിൽ കൊണ്ടുവന്ന സ്ഥലം കേട്ടോ അത്. ഇവിടെ നിന്നാണ് രാവിലെ 7 മണിക്ക് അങ്ങ് എത്തണോ. നമ്മളെ ട്രക്കിങ്ങിന് വേണ്ടിയിട്ട് ഉൾക്കാട്ടിലേക്ക് ഇങ്ങനെ കൊണ്ടുപോകുന്ന പരിപാടിയാണ്. ആ ജീപ്പിൻ്റെ ഓഫ് റോഡ് ജീപ്പിൻ്റെ അകത്ത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കും അതിന് താല്പര്യമുള്ള ആൾക്കാരുടെ ഇവിടെ വന്നാൽ മതി കേട്ടോ. ഇതായിട്ട് കറക്റ്റ് സ്ഥലം പറയുന്നത് താർ ഗായ്സ്, മൈ ഡ്രീം വെഹിക്കിൾ. അല്ല ഇത് പുതിയ താറാ, പഴയതല്ല. എനിക്ക് പഴയത്. ഓ ഗായ്സ്, ജീപ്പ് ഇങ്ങനത്തെ ഒരു വണ്ടിയൊക്കെ എടുക്കണം. ജീപ്പ് അല്ലെങ്കിൽ താറ്, അതൊക്കെയാണ് നമ്മളെ സ്വപ്ന വാഹനങ്ങൾ കേട്ടോ. ഇതടുത്ത് ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്, ഇവിടേക്കും പോവാം. ഇതൊക്കെ അടിപൊളി സ്ഥലങ്ങൾ. ഇത് നോക്കിയ ഒരു ജീപ്പ് നോക്കിയേ, നല്ല അടിപൊളിയല്ലേ. നാരിക്കൽ എസ്റ്റേറ്റ്. എന്തോ ഒരു നാരിക്കൽ അങ്ങനെ എന്തോ ആണ്, എന്തോ ഒരു എസ്റ്റേറ്റ് ആണ് കേട്ടോ ഇത്. എന്താ കാണുന്നത്? കാണുമല്ലോ വീഡിയോ കാണുന്നുണ്ട്. ഈ വീഡിയോ കണ്ടോ, ഇതുവരെ എടുത്തതിൽ ഏറ്റവും അടിപൊളി, ഏറ്റവും സൂപ്പർ വീഡിയോ ഇതാ ഇന്ന് എടുക്കുന്ന വീഡിയോ.